ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കേരളത്തിലെ എല്ലാ വോട്ടർമാരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ SIR 2026 നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് കേരളത്തിലെ എല്ലാ വോട്ടർമാരും നിർബന്ധമായും ചെക്ക് ചെയ്തിരിക്കേണ്ട ഒരു ലിസ്റ്റാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടിക. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്യുന്നതോടുകൂടെ നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ലോഗിൻ ആൻഡ് സൈൻ അപ്പ് എന്നിങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് കാണാം. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ലോഗിൻ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് വരുന്ന പേജിൽ എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഒരു ക്യാപ്ച കോഡ് അതിന് താഴെയുള്ള ഒരു കോളത്തിൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിക്വസ്റ്റ് OTP എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു OTP കോഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ പേജ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. ഇവിടെ സർവീസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ശേഷം ഇവിടെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തേത് വോട്ടർ ID കാർഡ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, രണ്ടാമത്തേത് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട്, മൂന്നാമത്തേത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് നൽകിക്കൊണ്ടാണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് വോട്ടർ ID കാർഡ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെയുള്ള ഒന്നാമത്തെ ഓപ്ഷനായ സെർച്ച് ബൈ എപ്പിക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് അടുത്തതായിട്ട് വരുന്നത് സെലക്ട് ലാംഗ്വേജ് എന്നുള്ളതാണ്. അവിടെ ആരോ കീയിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലാംഗ്വേജ് മലയാളം എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷനിൽ വരുന്ന എപ്പിക് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് എപ്പിക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ വോട്ടർ ID കാർഡ് നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് സെലക്ട് യുവർ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ സ്റ്റേറ്റ് കേരള എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള ഒരു കോളത്തിലൊന്ന് അതുപോലെ തന്നെ നോക്കി കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെർച്ച് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതുപോലെ നമ്മൾ എൻ്റർ ചെയ്ത് നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു വോട്ടർ ID കാർഡ് ഉടമയുടെ പേര് ഇവിടെ താഴെ കാണാവുന്നതാണ്. അത് ഇതുപോലെ വലതുവശത്തേക്ക് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വലതുവശത്തായിട്ട് നമ്മുടെ പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ കാണാവുന്നതാണ്. വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വോട്ടറുടെ ഡീറ്റെയിൽസ് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. അതിൽ നിന്നും ആ ഒരു വോട്ടറുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ പേര് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. SIR കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.